ബാങ്ക് കൊടുത്ത് ഗൈസ്. അപ്പോൾ പള്ളി പോയിക്കൊണ്ടിരിക്കുക. ഉണ്ടാ നേരം വെളുത്തിട്ടൊന്നുമില്ല. കണ്ടാ ഇരുട്ടാണ്ട. അവിടെ കസിൻ ബ്രദറുണ്ട്. അവൻ്റെ ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് കാണൂല. ഈ ഭാഗത്തൊക്കെ ലൈറ്റ് ഇട്ടിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. കണ്ടോ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോസ്റ്റുമ്പിലും ഇവിടുന്ന് അങ്ങോട്ട് പോസ്റ്റുമ്പിലും ലൈറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളിവിടുത്തെ മെയിൻ റൂട്ടിലെത്തി. കണ്ടോ ഈ സമയത്തൊന്നും ഒറ്റ മനുഷ്യരില്ല. ഈ സമയത്ത് ആകെ കാണാൻ പറ്റുക ഒന്ന് വർക്കിന് പോകുന്നവരായിരിക്കും, പിന്നെ ഇപ്പോൾ പള്ളി പോകുന്നവരായിരിക്കും. അല്ലാണ്ട് വേറെ ആൾക്കാരൊന്നും അങ്ങനെ കാണാൻ പറ്റൂല. അവിടെ നൈസായിട്ട് പള്ളിയിലെത്താറായി. അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി തിരിച്ചു വന്നിട്ട് വീഡിയോ എടുക്കാം. ഇതാണ് പള്ളി, ഇതാണ് പള്ളി കോമ്പൗണ്ട്. പോയിട്ട് വരാം. രാവിലെ നിസ്കരിക്കാൻ പോയിട്ട് പിന്നെ നേരെ വന്നൊന്ന് കിടന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പിന്നെ പറ്റിയില്ല. കിടന്നേ മാത്രമേ ഓർമ്മയുള്ളൂ. നല്ലൊരു ഉറക്കമുറങ്ങി. സാധാരണ 8:30 എണിക്കണ്ട, ഞാനിപ്പോൾ 9:15 മിനിറ്റ്. ഇപ്പോൾ ഇതാ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ സമയം 9:45 കഴിഞ്ഞ്. സോ ഞാൻ വർക്കിന് പോകണം. ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ സമയം ഒരു 4:30 കഴിഞ്ഞ്. ഞാൻ ഇപ്പോൾ ഷോപ്പിലുണ്ടാ. രാവിലെ വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല വെച്ചാൽ ആ ഒരു സമയത്ത് ഒരു വീഡിയോ എടുക്കാനൊരു മൂടുണ്ടായില്ല. അപ്പോൾ അതായത് ഞാൻ വീഡിയോ എടുത്തില്ല. ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കാനുള്ള സമയമാവും. ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പഴയൊരു കാര്യം ഓർമ്മ വന്നു. പണ്ടൊക്കെ നമ്മൾ നോമ്പുള്ള സമയത്ത് നോമ്പാവാറ എന്നറിയുമ്പോൾ ഞങ്ങൾ പണ്ട് കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, എടാ നാളെ നോമ്പ് തുടങ്ങണം, അപ്പോൾ നമുക്ക് പുലർച്ചെ നിസ്കരിക്കാൻ വരണം, എല്ലാവരും വിളിക്കാൻ വരണം എന്നൊക്കെ പറയും. അപ്പോൾ പറഞ്ഞാൽ ഓക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും. ഇപ്പോൾ ഇവിടെയുള്ള പള്ളിയുടെ അടുത്തുള്ള വീടുകൾ കുറേ ഉണ്ട്. അതല്ലാതെ ഞങ്ങൾ താമസിച്ചിരുന്നിടത്ത് കുറച്ചങ്ങോട്ട് ദൂരമുണ്ട്. അപ്പോൾ ഞാനവിടെ നടന്നിട്ടൊക്കെ വരണം. അപ്പോൾ ഞാനിങ്ങനെ വന്നു കഴിഞ്ഞാൽ വരണ വഴിയിൽ ആദ്യം ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പള്ളിയുടെ അറ്റം വരെയുള്ള കൂട്ടുകാരൻ്റെ വീടുണ്ടാവും. അങ്ങനെ ഓരോരുത്തർ വിളിച്ച് അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നേരെ ആദ്യം എവിടെയാണോ വന്ന് അവിടേക്ക് തിരിച്ചു വരും. അങ്ങനെ അവിടെ എത്തിയിട്ട് എല്ലാവരും ഒരുമിച്ചാണ് പോവുക. എന്നിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഗ്രൗണ്ടിൽ കയറിയിട്ട് ഫുട്ബോൾ കളിക്കാൻ കയറും. അത് കുറച്ചേരൊക്കെ കളിക്കുള്ളൂ കേട്ടോ, കാരണം ഭയങ്കര ടയേർഡാവുമല്ലോ വിചാരിക്കുന്ന പോലെയല്ല. എന്നിട്ട് കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി ഒരു വട്ടം കൂടി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കും. എന്തെങ്കിലുമൊക്കെ വല്ല തമാശയോ കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരിക്കും. എന്നിട്ട് ഒരു 8:30 ആകുമ്പോഴേക്കും എല്ലാവരും തിരിച്ച് വീട്ടിൽ പോവാം. സ്കൂളിൽ പോകാനുള്ള സമയമാവുമല്ലോ. അങ്ങനെ നേരെ അവിടുന്ന് സ്കൂളിലേക്ക് നേരെ പോകും. പിന്നെ സ്കൂളിൽ കുറേ നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യും. പിന്നെ ഒരു വൈകുന്നേരം 4 മണിയാകുമ്പോൾ സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒട്ടുമിക്ക വീടിൻ്റെ പുറത്തിങ്ങനെ, അതായത് ഓട് വീടുകളൊക്കെ ഇടിക്കാന്ന് കൂടുതലുണ്ടാവുക. അല്ലാത്ത വീടുകളുണ്ട്, എന്നാലും ഇങ്ങനെ വീടിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പുകയൊക്കെ ഇങ്ങനെ പോണേ കാണാം, പെട്ടെന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ഫീൽ കിട്ടും. മറ്റേ നോമ്പാണല്ലോ, എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ ഒരു ഫീൽ കിട്ടും. വീട്ടിൽ എത്തുമ്പോൾ അത് കാണാം. ഇങ്ങനെ എന്താ പറയുക, ക്ഷീണിച്ചിങ്ങനെ കുത്തിയിരിക്കും നമ്മൾ ഇതും ഇങ്ങനെ നോക്കിയിരുന്നിട്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അന്നത്തെ ആ ഒരു വൈബ് ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു സംഭവമാണ്. ഇന്നത്ര ഫീല് നമുക്കില്ല. ഇന്ന് അതിനനുസരിച്ചുള്ള പിള്ളേരോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂട്ടും കൂടി ഒന്നും സംസാരിക്കാനുള്ള ആൾക്കാരില്ല. ഒക്കെ പല പല വഴിക്ക് പോയി, പലരും ഇപ്പോൾ ഗൾഫിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു പഴയ വൈബിപ്പില്ല, പണ്ടത്തെ ആ ഒരു വൈബിപ്പില്ല. ഇന്ന് നമ്മളൊറ്റക്ക് എന്താ പറയുക, 2-3 പേരുണ്ടെങ്കിൽ ആ 2-3 പേര് നമ്മൾ പള്ളിയിലൊക്കെ പോയി അവിടെ നോമ്പെടുക്കണം പരിപാടിയൊക്കെയാണ് കൂടുതലും ഉള്ളൂ. പിന്നെ ഫസ്റ്റത്തെ നോമ്പ് എപ്പോഴും വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പെടുക്കലൊക്കെ വീട്ടിലായിരിക്കും. ഇന്നിപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ. തീറ്റ കഴിഞ്ഞു ഗൈസ്, തീറ്റ കഴിഞ്ഞു. ഊപ്പാടലകി. ഇന്നിവിടെ ഉമ്മില്ല. ഉമ്മ മൂത്തുമാടെ വീട്ടിൽ പേടിക്കുക. അവിടെ വലിയപ്പോറ്റൊക്കെ ആയിട്ട് അവിടെ നോമ്പ് മേടിച്ചതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നോമ്പായിട്ട് പകൽ നടത്താൻ പറ്റില്ലല്ലോ, മൈഡിപ്പിന്നെ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് അവരങ്ങോട്ട് പോയപ്പോൾ ഉമ്മ നേരെ അങ്ങോട്ട് പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതാക്കിയത്. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ മുന്തിരിയൊക്കെ വാങ്ങി ജ്യൂസ് അടിച്ച് നാരങ്ങ അടിച്ച് വെള്ളം സെറ്റാക്കി ഒക്കെ റെഡിയാക്കി വെച്ച്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫസ്റ്റ് നോമ്പ് വീട്ടിലാണ് സെറ്റ് ചെയ്യാറ്. അവൻ ബാക്കി നോമ്പും വീട്ടിൽ നോമ്പെടുക്കാറുണ്ട്, പക്ഷേ ഞാൻ ബാക്കിയൊക്കെ പള്ളിയിലാണ് പോകാറ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് വീട്ടിലാണ്ട് നേരെ ഇവിടെ വന്ന് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി വെക്കണം. അവൻ നേരെ പള്ളിയിൽ പോയി. അപ്പോൾ ഞാൻ എന്നൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ട് നിസ്കരിക്കാം. അങ്ങനെ പിന്നെ
വരുന്നിടത്ത് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ നേരെ വൈകിട്ട് പിന്നെ വീഡിയോ എടുത്ത് നിൽക്കാൻ ടൈമില്ല, ഇതൊക്കെ സെറ്റാക്കണ്ടേ. അപ്പോൾ പിന്നെ അതിന് നിന്നില്ല, ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നിന്ന്. കുറച്ച് നേരമായിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ബടി കരയുണ്ടായി, കരഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോഴാണ് മൂപ്പരുടെ ഇവിടെ എടുക്കുന്നുണ്ട്. എന്താ സംഭവം വെച്ചാൽ ഇവിടെ കണ്ട ഏതോ ഒരു പൂച്ചയുടെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കിടന്നു, അത് മൂപ്പരുടെ നൈസായിട്ട് ആടെയിലായിട്ട് തല്ലുകൂടിയിട്ടുണ്ടാവും. അല്ലാണ്ട് ഇങ്ങനെ സംഭവിക്കില്ല. എവിടെയെങ്കിലും പോയിട്ട് തല്ലുകൂടിയിട്ട് മാന്തി കിട്ടിയതാവണം, അല്ലാണ്ട് ഇങ്ങനെ കിട്ടാറൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഞാനപ്പോൾ നൈസായിട്ട് വീഡിയോ ഇങ്ങനെ എടുത്തു നോക്കിയാണ്. ഇതുവരെ ഇങ്ങനെ റമദാൻ വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ നോമ്പ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് എടുത്താണ്. പിന്നെ ഉദ്ദേശിച്ച പോയിട്ടൊന്നും ആയിട്ടില്ല. കുറേ കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കി, പിന്നെ അതുപോലെ തമ്പനയിലൊക്കെ എടുക്കാമെന്നൊക്കെ ഉണ്ടായി, പക്ഷെ അതൊക്കെ മറന്നുപോയി. വിചാരിച്ച പോലെ ഒന്നും ആയില്ല. ഇനിയിപ്പോൾ പിന്നീട് എപ്പോഴേലും നാളെങ്ങാനും ഇതുപോലെ കുറച്ചുകൂടി നന്നാക്കി വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. സെറ്റ് ചെയ്യണ്ടേ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.